ലോകത്ത് തന്നെ ഇന്നുള്ളതിൽ മികച്ച ആയുധങ്ങളിലൊന്നാണ് പിനാക റോക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഫ്രാൻസിന് പോലും താല്പര്യം തോന്നിയ പിനാക. ഇതിന്റെ പല വേരിയന്റുകളും നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. പിനാക മാർക്ക് 3 പതിപ്പിനേക്കാൾ കാര്യക്ഷമവും ചിലവ് കുറഞ്ഞതും എന്നാൽ ആക്രമണ പരിധി കൂടിയതുമായിട്ടുള്ള പിനാക 4 എന്ന് പറയുന്ന ഇതിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് വെർഷന്റെ ഗവേഷണത്തിലാണ് നമ്മുടെ DRDO. 300 കിലോമീറ്ററിന് മുകളിൽ വരെ ദൂരത്തിൽ എത്താൻ കഴിയുന്ന ഈ മിസൈലുകൾ അല്ലെങ്കിൽ ഈ റോക്കറ്റുകൾ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഇന്നുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച റോക്കറ്റുകളിൽ ഒന്നായിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യ പുതിയ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പലതും ഇന്ത്യ കയറ്റുമതി ചെയ്യാൻ പോകുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ പെട്ടെന്ന് സാധ്യമാവുന്നില്ല. നമ്മളിപ്പോ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഫിലിപ്പീൻസിനും അർമേനിയയ്ക്കും ഒക്കെ നമ്മൾ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും കൂടുതൽ വലിയ ഡീലുകൾ ഉണ്ടാവുന്നതിന് എന്തോ തടസ്സമുള്ളതുപോലെ പലർക്കും തോന്നുന്നുണ്ടാവും അല്ലെ? എന്തുകൊണ്ടായിരിക്കാം? ഇന്ത്യൻ ആയുധങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ? അതോ മറ്റേതെങ്കിലും ബാഹ്യമായ ഇടപെടലുകൾ ഇന്ത്യയെ ഒരു ആയുധ വ്യാപാര ശക്തിയാവുന്നതിൽ നിന്ന് തടയുന്നുണ്ടോ? സത്യത്തിൽ ഇവിടെ അമേരിക്കയുടെ ഇൻവോൾവ്മെന്റിലേക്ക് തന്നെയാണ് വിരലുകൾ ചൂണ്ടപ്പെടുന്നത്. അമേരിക്ക മാത്രമല്ല, നിലവിൽ ആയുധ വ്യാപാര രംഗത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ഒക്കെ. പക്ഷെ റഷ്യ ഇപ്പോൾ സത്യത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. മാത്രമല്ല, റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബ്രഹ്മോസ് പോലെയുള്ള ആയുധങ്ങളൊക്കെ ഇന്ത്യ സെയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഷെയർ റഷ്യയ്ക്കും കിട്ടും. അപ്പൊ റഷ്യ യുദ്ധത്തിൽ നിൽക്കുന്ന സമയമാണ്, പൈസ കിട്ടുക അവർക്ക് ആവശ്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് റഷ്യ ഇന്ത്യയുടെ ആയുധ കച്ചവടത്തെ തടയുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യയുടെ ആയുധ കച്ചവടത്തെ തടയുന്ന ഒരു ശക്തി അമേരിക്ക ആയിരിക്കും. അത് കഴിഞ്ഞിട്ടേ ചൈന പോലും വരൂ. ലോകത്തെ ആകെ ആയുധ വ്യാപാരം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 40 മുതൽ 50% വരെ അതിന്റെ ഷെയർ അമേരിക്കയുടെ കയ്യിലാണ്. 100 ബില്യന് മുകളിൽ വരുന്ന ആയുധ കച്ചവടത്തിൽ 50%-നടുത്ത് ഷെയർ എന്ന് പറയുമ്പോൾ അമേരിക്ക ആയുധ കച്ചവടം ചെയ്ത് ബില്യൺ കണക്കിന് ഡോളറുകൾ ഉണ്ടാക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സോ അങ്ങനെയുള്ളപ്പോൾ ഒരു പുതിയ ശക്തി അമേരിക്കയുടെ സ്വാധീനത്തിന് ഒരു ബദലായിട്ട് വളർന്നു വരുന്നത് ഒരിക്കലും അമേരിക്ക അംഗീകരിക്കാനോ ആഗ്രഹിക്കുകയോ ചെയ്യില്ല. ഇപ്പൊ എങ്ങനെയാണ് അമേരിക്ക ഇന്ത്യയെ തടയുന്നത്? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഉദാഹരണത്തിന്, ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ 2022-23 കാലയളവിൽ നമ്മുടെ അർജന്റീന എന്ന് പറയുന്ന രാജ്യത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. അവർ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് അതിനെ കണ്ടത്. അവരുടെ പ്രസിഡന്റ് പോലും ഇക്കാര്യം തുറന്നു പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സീരിയസ് ആയിട്ട് ചർച്ചകൾ നടന്നു. രണ്ട് ഭാഗത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശനങ്ങൾ ഉണ്ടായി. ഡീൽ അവസാന നിമിഷത്തിലേക്ക് എത്തി എന്ന് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു. എന്നാൽ പെട്ടെന്ന് അജ്ഞാതമായ കാരണങ്ങളാൽ അർജന്റീന ഡീലിൽ നിന്ന് പിന്മാറി. പകരം 20, 22, 24 F-16 എന്ന് പറയുന്ന അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ, യൂസ്ഡ് ആയിട്ടുള്ള അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ തേജസിന് പകരം വാങ്ങാനായിട്ട് അവർ തീരുമാനിച്ചു. അപ്പൊ പൊതുവെ എല്ലാവരും കരുതി, F-16 തേജസിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള വിമാനമാണ്, വർഷങ്ങളായിട്ട് യുദ്ധങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, കുറച്ചും കൂടെ മികച്ച വിമാനമായതുകൊണ്ടായിരിക്കാം അർജന്റീന അത് തെരഞ്ഞെടുത്തത്. നമ്മൾ ബാഡ് ലക്കാണ്, പോട്ടെ, ആ കച്ചവടം അങ്ങനെ അങ്ങ് പോയി കിട്ടി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കേൾക്കുകയാണ് ബ്രസീലും ഇന്ത്യയും തമ്മിൽ ആകാശ് മിസൈൽ സിസ്റ്റം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു കരാർ ഉണ്ടാകാൻ പോവാണ്, ഇപ്പൊ തന്നെ ഈ ഒരു ഡീല് നടക്കാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വന്നു. ഇപ്പൊ ഏതാനും ആഴ്ചകൾ അത് നിറഞ്ഞു നിന്നു. പെട്ടെന്ന് ബ്രസീലും എന്ത് ചെയ്തു? ഇപ്പൊ ആകാശ് വാങ്ങുന്നില്ല, നമ്മൾ നാറ്റോ ഉപയോഗിക്കുന്ന മിസൈലുകൾ വാങ്ങാൻ പോവുകയാണ് എന്ന് ബ്രസീൽ തീരുമാനിക്കുന്നു. എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഇറ്റാലിയൻ നാറ്റോ മിസൈൽ വാങ്ങാനായിട്ട് ബ്രസീൽ ഭരണകൂടം തീരുമാനിക്കുന്നു. മലേഷ്യ ഇന്ത്യയുടെ തേജസ് വാങ്ങാൻ താല്പര്യം കാണിച്ച രാജ്യമാണ്. ഈജിപ്റ്റ് തേജസ് വാങ്ങാൻ താല്പര്യം കാണിച്ച രാജ്യമാണ്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ തേജസും ബ്രഹ്മോസും ആകാശും ഒക്കെ വാങ്ങാൻ വന്ന രാജ്യങ്ങൾ പതിയെ 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 പിൻവാങ്ങി. ഇപ്പൊ മലേഷ്യ തിരഞ്ഞെടുത്തത് സൗത്ത് കൊറിയയുടെ ഒരു വിമാനമാണ്, KA-50 അങ്ങനെ എങ്ങാണ്ട് പറയുന്ന ഒരു വിമാനം. ഈ വിമാനം അമേരിക്ക സൗത്ത് കൊറിയയുമായിട്ട് ചേർന്ന് നിർമ്മിക്കുന്ന വിമാനമാണ്. എന്ന് വെച്ചാൽ പൂർണ്ണമായും അമേരിക്കൻ ടെക്നോളജിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൗത്ത് കൊറിയ ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്ന വിമാനം. സോ ഇത് വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നു മലേഷ്യ. തേജസിനെ തഴയുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മുടെ തേജസ് വിമാനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. കാരണം തേജസ് വിമാനം ഒരു എയർ ഷോയിൽ പെർഫോം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ആ വിമാനം മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഓർഡറുകൾ അന്താരാഷ്ട്ര തലത്തിൽ കിട്ടും. ഒന്ന്, തേജസ് കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണ്, മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന ആ സെഗ്മെന്റിലെ വിമാനമാണ്. നമ്മൾ തേജസിനെ ഇപ്പോൾ F-22 റാപ്റ്ററുമായിട്ടോ F-35 ആയിട്ടോ അല്ല കമ്പയർ ചെയ്യേണ്ടത്. ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റുകളിൽ ഈ 4.5 ജനറേഷൻ എയർക്രാഫ്റ്റുകളിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന മികച്ച എയർക്രാഫ്റ്റുകളിൽ ഒന്ന് തന്നെയാണ് തേജസ്.
അപ്പൊ ആ തേജസ്സിനാണ് ഇപ്പോൾ ഒരു കളങ്കം ഉണ്ടായത്. എയർ ഷോയിൽ അത് തകർന്നു വീണ് പൈലറ്റ് വീരമൃത്യു വരിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ഉണ്ടാവുന്നതിന് മുമ്പത്തെ കാര്യങ്ങളാണ്. ആലോചിച്ച് നോക്കണം, നമ്മുടെ ആയുധ കച്ചവടത്തെ എങ്ങനെയോ ചില ശക്തികൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്ങനെ ആയിരിക്കാം തടയാൻ പറ്റുക, എന്തിനായിരിക്കാം തടയുക, ഇത് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ തടയാമെന്ന് ചോദിച്ചാൽ പല രീതിയിൽ തടയാം. ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് വേയിലൂടെയാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു രാജ്യം ഇപ്പോൾ നമ്മുടെ വിമാനം അല്ലെങ്കിൽ നമ്മുടെ ഒരു ആയുധം വാങ്ങാൻ തീരുമാനിക്കുകയാണ്. ഉടനെ തന്നെ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നടന്നു എന്ന് ഞാൻ പറയുന്നില്ല, പോസിബിലിറ്റീസ് മാത്രമാണ്. അമേരിക്കയുടെ ആ രാജ്യത്തെ അംബാസിഡർ ഉടനെ തന്നെ അവരുടെ പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയെ കാണാനായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു. അവർ നേരെ അദ്ദേഹത്തെ പോയി കാണുന്നു. അപ്പോൾ അംബാസിഡർ പറയും, ഞാൻ അമേരിക്കൻ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ന ആളുടെ സന്ദേശവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുമായിട്ടൊരു സൗഹൃദത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ എന്തിനാണ് ഈ വേണ്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാൻ പോകുന്നത്? നിങ്ങളിപ്പോൾ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നാളെ എന്തുണ്ടാകുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇന്ത്യയുടെ മേൽ സാങ്ഷൻസ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ രാജ്യ സുരക്ഷയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയുടെ ആയുധങ്ങൾ വേണമോ എന്ന് നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കുക. അമേരിക്കൻ ആയുധങ്ങൾ ഒട്ടും മോശമല്ല എന്ന് മറക്കരുത്. ഞങ്ങൾ നിങ്ങൾക്ക് എയ്ഡ് തരുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് സുരക്ഷ നൽകുന്നുണ്ട്, നിങ്ങളെ സഹായിക്കുന്നുണ്ട്, മുൻപും സഹായിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ ആയുധങ്ങളെക്കാൾ മികച്ചതാണ് ഇന്ത്യൻ ആയുധങ്ങളെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, അമേരിക്കയുമായിട്ട് പിണങ്ങിയാലും കുഴപ്പമില്ല എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഡീൽ തുടരാം എന്ന് അമേരിക്കൻ അംബാസിഡർ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയോ കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവരം ഒരിക്കലും പുറം ലോകം അറിയാൻ പോകുന്നില്ല. കാരണം നയതന്ത്ര വഴികൾ അങ്ങനെയാണ്. നയതന്ത്ര തലത്തിൽ നടക്കുന്ന ചർച്ചകൾ, ഡിസ്കഷൻസ് ഒന്നും തന്നെ ആരും അറിയാൻ പോകുന്നില്ല. ചിലപ്പോൾ ഇനിയിപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അറിഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, ഇന്ത്യ പരസ്യമായിട്ട് അമേരിക്കയ്ക്കെതിരെ ഒരിക്കലും പോകത്തില്ല. അതൊക്കെ ഒരു നയതന്ത്ര തരത്തിലുള്ള ഒരു മര്യാദകളാണ്. നമ്മൾ ഒരിക്കലും അമേരിക്കയെ വെല്ലുവിളിച്ച് ഇപ്പോൾ ഒരു പ്രശ്നത്തിന് പോകാൻ നിൽക്കുന്ന ഒരു രാജ്യമേ അല്ല. സോ ഇങ്ങനെ അർജന്റീനയെ തടയാൻ പറ്റും, ബ്രസീലിനെ തടയാൻ പറ്റും, ഈജിപ്തിനെ തടയാൻ പറ്റും, മലേഷ്യയെ തടയാൻ പറ്റും, ഇന്തോനേഷ്യയെ തടയാൻ പറ്റും. ഇങ്ങനെ ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളെയൊക്കെ തന്നെ, വാങ്ങാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളെയൊക്കെ തന്നെ നയതന്ത്ര തലത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് തടയാൻ കഴിയും. മറ്റൊന്ന് സാങ്ഷൻസ് അഥവാ ഉപരോധ ഭീഷണിയാണ്. കാരണം ഇന്ത്യയും റഷ്യയും തമ്മിൽ നല്ല ടേംസിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റഷ്യയുടെ മേൽ ഉപരോധങ്ങൾ ഉണ്ടായതുപോലെ ഇന്ത്യയുടെ മേലും എപ്പോൾ വേണമെങ്കിലും ഉപരോധങ്ങൾ വന്നേക്കാം. അപ്പൊ നിങ്ങൾ ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങിച്ചാൽ പിന്നെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയുമോ? നിങ്ങളുടെ മേലും ആ ഉപരോധങ്ങൾ വരില്ലേ? നിങ്ങൾക്കും റിസ്ക് അല്ലേ എന്നൊരു സാധനം. ഈ ഉപരോധ ഭീഷണി എന്ന് പറയുന്നത് അമേരിക്ക എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഈ ഉപരോധ ഭീഷണി, മണി പവർ അല്ലെങ്കിൽ ഡിപ്ലോമസി വഴിയുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് അമേരിക്ക നമ്മുടെ കച്ചവടത്തെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അമേരിക്ക എന്തിനിങ്ങനെ ചെയ്യണം? അമേരിക്ക എന്തിനിങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ലളിതമാണ്. അമേരിക്ക എങ്ങനെയാണ് ലോകത്ത് അവരുടെ സ്വാധീനം നിലനിർത്തുന്നത്? അതിൽ ഏറ്റവും വലിയ മാർഗങ്ങളിൽ ഒന്നാണ് ആയുധ കച്ചവടം. എന്ന് വെച്ചാൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു രാജ്യം ഒരു ആയുധം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് ആ രാജ്യം അമേരിക്കയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയാണ്. അതിന്റെ കാരണം ലളിതമാണ്. ഇപ്പോൾ ഒരു F-35 ഒരു രാജ്യം വാങ്ങുകയാണ്. ഈ F-35 പാർട്സുകൾ ആവശ്യമായിട്ട് വരും, സ്പെയർ പാർട്സ് ആവശ്യമായിട്ട് വരും, അതിലുപയോഗിക്കുന്ന ആയുധങ്ങൾ ആവശ്യമായിട്ട് വരും, മിസൈലുകൾ ഉൾപ്പെടെയുള്ളവ. അതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് ആവശ്യമായിട്ട് വരും. ഇതിന്റെ ട്രെയിനിങ്ങിന്, സ്പെയർ പാർട്സിന്, സോഫ്റ്റ്വെയർ അപ്ഡേഷൻസിന് എന്ന് വേണ്ട സകല ആവശ്യങ്ങൾക്കും ഈ രാജ്യം പിന്നെ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. മില്യൺ കണക്കിന് ഡോളർ കൊടുത്ത് വാങ്ങുന്ന ഒരു എയർക്രാഫ്റ്റിനെ എന്തെങ്കിലും ഒരു പിശക് വന്നാൽ അല്ലെങ്കിൽ അതിലൊരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ കട്ടപ്പുറത്ത് നിർത്താൻ പറ്റില്ല. US-ന്റെ സഹായം തേടിയേ പറ്റൂ. അതായത് അമേരിക്ക ആയുധ കച്ചവടത്തിലൂടെ പല നേട്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് സാമ്പത്തിക നേട്ടം, ബില്യൺ കണക്കിന് ഡോളറിന്റെ ഡീലുകളാണ് US-ന് കിട്ടുന്നത്. അമേരിക്കൻ എക്കണോമിക്ക് തീർച്ചയായിട്ടും ആയുധ കച്ചവടവും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ആയുധ കച്ചവടത്തിലൂടെ അമേരിക്ക പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ അമേരിക്കയുടെ താല്പര്യമാണ് അമേരിക്കൻ സ്വാധീനം നിലനിർത്തുക എന്നുള്ളത്. അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ മേൽ അമേരിക്ക അവരുടെ സ്വാധീനം എല്ലാ കാലവും നിലനിർത്താൻ ശ്രമിക്കും. പ്രത്യേകിച്ച് അമേരിക്കയുടെ മേജർ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ. ഇപ്പൊ ഇന്ത്യ അമേരിക്കയ്ക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആയുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പാർട്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്, പല പാർട്സും സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അമേരിക്കയുടെ മേൽ വലിയ ഒരു ഇൻഫ്ലുവൻസ് ഇല്ല. ഇപ്പൊ നമ്മളത് സപ്ലൈ ചെയ്തില്ലെങ്കിൽ അമേരിക്ക വേറെ ആരെങ്കിലും അതിന് കണ്ടെത്തും. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം F-35, F-16 ഇങ്ങനെയൊക്കെയുള്ള അവരുടെ എയർക്രാഫ്റ്റുകൾ അവരുടെ കൺട്രോളിലുള്ള എയർക്രാഫ്റ്റ് ആണ്. ഈ എയർക്രാഫ്റ്റുകളെ ഏതെങ്കിലും രാജ്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യത്തിന് മേൽ അമേരിക്ക സ്വാധീനം നിലനിർത്തും. മറ്റൊരു കാര്യം, 40 മുതൽ 50% വരുന്ന ഡിഫൻസ് കച്ചവടത്തിലെ അമേരിക്കയുടെ ഷെയർ
നഷ്ടപ്പെടാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. ഇപ്പോ ചൈനയെ വേണമെങ്കിൽ ഒരു ലോകത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞ് അമേരിക്കയ്ക്ക് മാറ്റി നിർത്താം, റഷ്യയെ മാറ്റി നിർത്താം, ഉപരോധങ്ങൾ കൊടുക്കാം. പക്ഷെ ഇന്ത്യ അതും പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ ജനാധിപത്യം നിലനിൽക്കുന്ന ഇന്ത്യയെ എന്ത് പറഞ്ഞ് തള്ളിപ്പറയും? തള്ളി പറയാൻ പറ്റില്ല. അപ്പൊ ഇന്ത്യയുടെ ആയുധങ്ങൾ ഏതെങ്കിലും രാജ്യങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് തടയുന്നതിന് പരിമിതിയുണ്ട്. ഇപ്പൊ ട്രംപ് വന്ന ഉടനെ തന്നെ എന്ത് ചെയ്തു? ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻ എന്തോ പ്രശ്നത്തിലാണ്, അപ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായി നിൽക്കുകയാണെന്നൊരു പ്രതീതി ഉണ്ടാക്കി. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങൾ ആരെങ്കിലും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ തയ്യാറാകുമോ? ഒരിക്കലും തയ്യാറാവില്ല. അവർക്ക് പേടിയുണ്ടാവും. കാരണം ഇപ്പോൾ 50% താരിഫ് കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ 100% താരിഫ് കൊടുക്കോ? ഉപരോധങ്ങളിൽ പെടുത്തോ? ഇന്ത്യ അമേരിക്ക അടിച്ച് പിരിയോ? അപ്പൊ അങ്ങനത്തെ ഒരു ഭയം എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്, ചെറിയ രാജ്യങ്ങൾക്ക്. ആ ഭയമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് വ്യാപാര കരാറുകൾ, പ്രത്യേകിച്ച് ഡിഫൻസ് ഡീലുകൾ ഉണ്ടാക്കാനായിട്ട് ഭയപ്പെടും. ഇങ്ങനെ ഭയപ്പെടുത്തി മണി പവർ, മസിൽ പവർ, ഡിപ്ലോമസി അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിംഗ് ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് US ആയുധ കച്ചവടത്തിലുള്ള അവരുടെ ആധിപത്യം നിലനിർത്തുന്നതും ഇന്ത്യയുടെ സെയിൽസിനെ തടഞ്ഞുകൊണ്ടിരിക്കുന്നതും. അത് ബ്രഹ്മോസ് ആയിക്കോട്ടെ, ആകാശ ആയിക്കോട്ടെ, നമ്മുടെ ഡ്രോണുകളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ യുദ്ധവിമാനങ്ങളായിക്കോട്ടെ, ഇതിനെയൊക്കെ US തടയുന്നത് ഈ രീതിയിലാണ്. ഇനി US ഉപയോഗിക്കുന്ന മറ്റൊരു തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ നിർമ്മിക്കുന്ന യുദ്ധവിമാനം, തേജസ് യുദ്ധവിമാനത്തിൽ GEയുടെ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ ഹെലികോപ്റ്ററുകൾ, നമ്മൾ നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററുകളിൽ ചില പാർട്സ് ഒക്കെ നമ്മൾ US നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും 1% പാർട്സ് നമ്മുടെ US നിന്ന് വാങ്ങുന്നു എന്ന് കരുതുക. അമേരിക്ക നമുക്ക് ഇതിന്റെ സപ്ലൈ വൈകിപ്പിക്കും. ഒന്നാമത് ചെയ്യുന്ന കാര്യം. 2, ഇതിന്റെ അപ്രൂവൽ നൽകുന്നത് വൈകിപ്പിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പൊ സപ്ലൈ വൈകിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. തേജസ് യുദ്ധവിമാനത്തിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് GE എഞ്ചിൻ സപ്ലൈ വളരെയധികം വെട്ടിക്കുറയ്ക്കുകയാണ് ഉണ്ടായത്. പകരം അവര് സൗത്ത് കൊറിയയുടെ KA-50 എന്ന് പറയുന്ന എയർക്രാഫ്റ്റിന് അവരെന്ത് ചെയ്തു? സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ സൗത്ത് കൊറിയയുടെ എയർക്രാഫ്റ്റുകൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൂടുതൽ സെയിലായി പോയി. സൗത്ത് കൊറിയ അമേരിക്കയുടെ ഒരു വെസൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് അമേരിക്കയ്ക്ക് പൂർണ്ണമായ കൺട്രോൾ ഉണ്ട്. ഇന്ത്യയുടെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് ആ കൺട്രോൾ ഇല്ല. തേജസ് യുദ്ധവിമാനങ്ങളുടെ മാസ് പ്രൊഡക്ഷൻ തടയാൻ വേണ്ടിയിട്ടാണ് GE മനഃപൂർവ്വം നമുക്ക് എഞ്ചിനുകൾ നൽകുന്നത് വൈകിപ്പിച്ചത്. ഇനി അതേപോലെ തന്നെ അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോ തേജസ് യുദ്ധവിമാനം വേറൊരു രാജ്യത്തിന് വിൽക്കണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ അല്ലെങ്കിൽ തത്തുല്യമായ അത്യാവശ്യം പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ വേറൊരു രാജ്യത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് അവരുടെ അപ്രൂവൽ കൂടി ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഈ അപ്രൂവലിനായിട്ട് അമേരിക്കയെ സമീപിക്കുന്ന സമയത്ത് അവർക്ക് ഇതിനെയും വൈകിപ്പിക്കാൻ പറ്റും. 1 മാസം, 6 മാസം, 1 വർഷം, അങ്ങനെ തട്ടും മുട്ടും ന്യായങ്ങൾ പറഞ്ഞ് അവർക്ക് ഇതിനെ എത്ര വേണോ വൈകിപ്പിക്കാനും പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അമേരിക്ക ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ആയുധ കച്ചവടത്തിൽ ഒരു മഹാശക്തിയാകുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ബില്യൺ കണക്കിന് ഡോളറുകൾ നമ്മൾ ഏൺ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഈ അമേരിക്ക എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? ഈ അമേരിക്ക നമുക്കൊരു സുഹൃത്തെന്ന് പോലും പറയാൻ പരിമിതികളുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.